എടാ ഇത് ഇവിടെ അങ്ങ് ഉറപ്പിക്കാം. കഴിഞ്ഞ മാതിരി അലമ്പുണ്ടാക്കാനല്ലേ നമ്മളിപ്പോ വീട്ടിലേക്ക് വന്നത്. നല്ല വീട്. A few moments later. അവക്കെങ്കിലും നല്ലത് തോന്നിയല്ലോ. എന്റെ മുറി നല്ല സേഫ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിലൊരു തീരുമാനം. അത് നടക്കില്ല. ഈ ഡോറെന്താ പൊട്ടാത്ത്? ഞാൻ കൊറേ ശ്രമിച്ചു. ധ്യാനം ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാണ് എന്റെ റൂം. എനിക്ക് ആകെ പേടിയാവുന്നു. ഞാൻ ഇതില് എടാ ഇത് എന്ത് കളറ്? ഇത് നല്ലോണം ഞാൻ അകത്ത് പോയി. ഇതെന്താ മുറച്ച് കറിയാണല്ലോ. നമ്മക്ക് വീട് തന്നെ റോസി അല്ലേ? റോസിനെ നമുക്ക് വിളിച്ചു. അതെ അതെ, റോസി പറഞ്ഞത് ശരിയാ. അവിടെ നിറച്ചിൽ കരിയാ. അവിടെ ഒരു കുട്ടി മരിച്ചു കിടക്കുന്നത് വരെ ഉണ്ട്. എനിക്കൊന്നും അറിയില്ല. വായ കൂട്ടി നിക്ക്. റോസി ഇപ്പം വരും. റോസിയുടെ വീട്ടിൽ നിന്നെ ഞാൻ കൊണ്ടുപോയാക്കാം. അവിടെ നിന്നാണ്. അയ്യോ, റോസിന്റെ വീട് എനിക്ക് വേണം. അതെന്താ? എനിക്കല്ല ഇവിടെ പ്രേതാലയാണെന്ന് പറഞ്ഞ. എനിക്ക് ഈ റൂമും വേണ്ട. പിന്നെ റോസിന്റെ വീട്ടിൽ എന്താ എനിക്ക് കുഴപ്പം? റോസിന്റെ അവിടെ എന്താ കുഴപ്പം? ഞാൻ പോവാം. അമ്പടാ, ഞാൻ അങ്ങോട്ട് പോണില്ല. എവിടത്തെ നോക്കൂ. എനിക്കൊന്നും കയ്യില്ല എവിടെ കാണും. നല്ല കാര്യം പറഞ്ഞിട്ട് പറ്റണില്ലേ? സോറി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഞാനിപ്പോ ഹോട്ടലിൽ പോയിട്ട് തിന്നത്. അവിടെ ഒന്നും ചോറ് ഒന്നും വെക്കാൻ കഴിയില്ലല്ലോ. ഞാനൊന്ന് വരാൻ എടാ, ഓരോരുത്തരും ഞാൻ കാണിച്ചിട്ട്. നിന്റെ മുറിയാണിത്. എന്റെ റൂമാണ് ഇത്. എന്റെ റൂമാണ് ഇത്. ലിച്ചിന്റെ റൂമാണ് ഇത്. ഓക്കെ. ഇവിടെ എന്താടി ഒരു കിണറ് കിടക്കുന്നുണ്ടല്ലോ? ഭയങ്കര നാശായ കിണറാണല്ലോ. ഇത് നല്ല നിഗൂഢമായ കിണറാണ്. അതെ, എനിക്കും കണ്ടപ്പോ അത് തോന്നി. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാൻ. വേണ്ട, റോസി എന്നെ വിളിച്ചിരുന്നു. അകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞേന്. അപ്പൊ എന്താ ഇവിടെ തിരികട ഉണ്ട്. എന്നാ നമുക്ക് വേറെ വീട് നോക്കാം. ധ്യാൻ പറയുന്നത് തീരെ കയറണ്ട. അവൻ ഈ റൂമല്ല, എന്തൊരു ചെളി പിളി മോളാണ്. നമുക്ക് വേറെ വീട്ടിൽ പോകാം. അതാണ് നല്ലത്. ഞാനൊന്ന് വാടക ഉണ്ടോന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാൻ അടിപൊളി 2 വീട് കണ്ടു. നല്ല കുറച്ച് ഫോട്ടോ. ഒന്നും കൂടി വരൂ. നമുക്ക് നോക്കാം. ഞാൻ വന്നാൽ നമുക്ക് വേറെ വാടക വീടേ നോക്കണ്ട. അവിടെ ഇങ്ങോട്ട് വന്ന ഒരു ഈ വീടുണ്ട്. ആ വീട്ടിൽ നമുക്ക് താമസിക്കാന്ന് ധ്യാനോട് പറയാം. പക്ഷെ ഞാൻ എന്തായാലും അയ റൂം തുറക്കും. ആരും അറിയാൻ പോകുന്നില്ല. ധ്യാനും അച്ചു ലിച്ചിയും അവള് റോസിയും കൂടി. ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചടി. നിങ്ങളോ? അപ്പൊ ഞാനും ലിച്ചിയും ആദ്യം പോയി. എന്നിട്ട് ധ്യാൻ പോയി. എന്നിട്ട് അച്ചു പോയി. അച്ചു സെക്കൻഡ് പോയി. ഇങ്ങനെ ഒരു മണ്ടത്തി ആയിപ്പോയല്ലേ ഇവിടെ വന്നു കയറിയത്. ഈ വീടല്ല, ആ വീട് ഞാൻ ഉറപ്പിച്ചു. അവിടെ 3 മുറികളാണ്. അതിൽ
എന്തേലും പോയി ചെയ്യടി, ചത്താലും കുഴപ്പമില്ല, ഞങ്ങൾ ആ വീട് എടുത്തോളൂ. ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ട്. ഇങ്ങനെയല്ലോ നീ നേരത്തെ പറഞ്ഞു, ഇത് കണ്ടാൽ ആർക്കെങ്കിലും ക്യൂട്ടായി തോന്നോ? ക്യൂട്ട്. ബായ് കുട്ടി നിക്കാള് കൊറേ സമയം അതും കൊണ്ട് നൊടിയാണ്. ഞങ്ങളൊന്ന് അങ്ങോട്ട് പോയിക്കോ. ഞാൻ എന്റെ റൂമിൽ ഞങ്ങൾ തിരിച്ചിട്ട് പോട്ടെ. അവൾക്ക് ഇനി പ്രേത കൂടിച്ചുണ്ടാവോ അജു? എല്ലാം മുട്ടായിക്കട. മുട്ടായിക്കട പറഞ്ഞു തോന്നിയേ. നല്ല ഐസ്ക്രീം ഉണ്ട്. എന്നാ നമുക്ക് വേഗം പോവാം. രാവിലെ ആയോ? ഇവിടെ കിടത്തി, ഞാൻ ബെഡിലല്ലേ കിടത്തി. അതിന് നമ്മളെ അതിന് കാറ്റ് കിട്ടാൻ വേണ്ടിട്ട് കിടന്നതല്ലേടാ. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ പറയുന്നില്ല. മനസ്സിലായോ? നീ എന്ത് സ്വപ്നാ കണ്ടേ? ഞാൻ പ്രേതായ സ്വപ്നം. എടി പുലർച്ചക്ക് കണ്ട സ്വപ്നം ഫലിക്കുന്ന. അയ്യോ എനിക്ക് പേടിയാകുന്നു.